السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. വേദിയിലിരിക്കുന്ന ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുദീർഘമായ വിഷയം അവതരിപ്പിച്ചുകൊണ്ടുള്ള സംസാരം നടത്തുന്നില്ല. എനിക്ക് പിറകെ നാം കാതോർത്തുകൊണ്ടിരിക്കുന്ന രണ്ടു പ്രധാന പ്രസംഗങ്ങൾ നടക്കാനിരിക്കുകയാണ്. ഒന്ന്, മണ്ണാർക്കാട് സംവാദത്തിൽ എന്തെല്ലാം സംഭവിച്ചു എന്ന് ക്ലിപ്പിംഗ് സഹിതം ഇവിടെ വിശദീകരിക്കുന്ന പ്രിയങ്കരനായ മുസ്തഫ അഷ്റഫിയുടെ പ്രഭാഷണം. രണ്ടാമതായിട്ട്, ഞങ്ങൾ ഇസ്തിഖാമയുടെ പ്രവർത്തകർ എന്നും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1-2 വർഷമായി ഈ വ്യാജ മുടിയുമായി ബന്ധപ്പെട്ട സംവാദത്തിന്റെ വ്യവസ്ഥകൾക്ക് ഞങ്ങൾ പോകുമ്പോൾ എതിർപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവരുടെ മധ്യസ്ഥനായി കടന്നുവന്നിരുന്ന ബഹുമാന്യനായ മുഹമ്മദ് രാമന്തലി മൂന്നാമത് സംവാദ വ്യവസ്ഥ മണ്ണാർക്കാട് നടന്നപ്പോൾ നമ്മുടെ പക്ഷത്തിന്റെ മധ്യസ്ഥനായിട്ട് അദ്ദേഹം സത്യത്തിന്റെ പാത സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള വസ്തുത, അദ്ദേഹത്തിന്റെ പുതിയ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള സമാപന പ്രസംഗവും നമ്മളിവിടെ കേൾക്കാനിരിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, കേരളത്തിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പ്രവർത്തനം ആരംഭിച്ച ആരംഭഘട്ടത്തിൽ പ്രമാദമായൊരു സംവാദം നടന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും. നാദാപുരം സംവാദം. ആ സംവാദത്തിലുള്ള പ്രധാനപ്പെട്ട ഇഷ്യൂ, അവിടെ ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട പ്രമേയം എന്തായിരുന്നു? വഫാത്തിനു ശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രപ്രസിദ്ധമായ 63 കൊല്ലത്തെ ജീവിതത്തിന്റെ സായാഹ്നം കുറിച്ചുകൊണ്ടുള്ള അവിടുത്തെ വഫാത്തിനു ശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തുകളും അവിടുത്തെ സവിശേഷതകളും ഇനി അസ്തമിച്ചിട്ടുണ്ടോ അതോ അത് നിലനിൽക്കുന്നുണ്ടോ എന്നതിനെ പുരസ്കരിച്ചുകൊണ്ടുള്ള സംവാദം. മഹാനായിരിക്കുന്ന ഇമാം റംലി റളിയല്ലാഹു തആല അൻഹു തന്റെ ലോകപ്രസിദ്ധ ഗ്രന്ഥമായ ഫതാവ റംലിയിൽ കൃത്യമായി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തുകൾ, അതുപോലെ മറ്റു പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകൾ, ഔലിയാക്കളുടെ കറാമത്തുകൾ അവ അസ്തമിക്കുന്നില്ല. لأن معجزة الأنبياء وكرامات الأولياء لا تنقطع بموتهم. അവരുടെ മരണത്തോടുകൂടി അസ്തമിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയ ഇമാം റംലിയുടെ ഇബാറത്തിൽ നിന്ന് ലാ എന്ന വാചകം കട്ടുമുറിച്ചുകൊണ്ട് മുജാഹിദിന്റെ മൗലവി അവിടെ വായിച്ചു. തൻഖതിഉ ബിമൗതിഹിം, മരണത്തോടുകൂടി അത് മുറിഞ്ഞു പോകുമെന്ന് വായിച്ചു. ആ സന്ദർഭത്തിൽ ആ സദസ്സിലുണ്ടായിരുന്ന, വേദിയിലുണ്ടായിരുന്ന ഏറ്റവും ചെറുപ്പക്കാരനായ ഒരു പണ്ഡിതൻ, ആരാണ് ആ പണ്ഡിതൻ? പിൽക്കാലത്ത് ലോകം വിളിച്ച റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു തന്റെ സ്വതസിദ്ധമായ ഭാഷയിൽ വലിയ ശബ്ദത്തോടുകൂടി വിളിച്ചു പറഞ്ഞു, മൗലവി, ലാ കത്തിരിക്കുന്നു, നിങ്ങൾ ലാ കത്തിരിക്കുന്നു. അവിടെയുള്ളത് മരണത്തോടുകൂടി മുറിയും എന്നല്ല, മറിച്ച് മരണത്തോടുകൂടി മുറിയുകയില്ല. ലാ തൻഖതിഉ ബിമൗതിഹിം. ഫതാവ റംലിയുടെ 4-ാം വാല്യം ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാരുടെ ആ ഗർജിക്കുന്ന ശബ്ദത്തിന്റെ മുമ്പിൽ പകച്ചുപോയ മൗലവിമാർ പിന്നീട് ഒരിക്കലും തന്നെ ആ ഇബാറത്തിന്റെ പേരിൽ ലാ കക്കുവാൻ മുതിർന്നിട്ടില്ല. പക്ഷേ വ്യാജമുടിയുടെ സ്ഥിരീകരണത്തിന് വേണ്ടി, വ്യാജമുടിയുടെ ന്യായീകരണത്തിന് വേണ്ടി സാക്ഷാൽ പൊന്മന അബ്ദുൽ ഖാദർ മുസ്ലിയാർ അയാൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? കാന്തപുരം പറഞ്ഞു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, തിരുകേശം അത് കത്തുകയില്ലെന്നുള്ളത് തീർച്ച, പക്ഷേ കത്തിക്കാൻ പാടില്ല, അത് ഹറാമാണ്.
ഇതിനെക്കുറിച്ച് പൊന്മളയോട് ചോദിച്ചപ്പോ പൊന്മളയുടെ പ്രതികരണം എന്താണ്? ഞാൻ ആ പറഞ്ഞതിനോട് യോജിക്കുന്നില്ല, തിരുകേശം കത്തുകയില്ല എന്ന് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. മറിച്ച് കത്തുകയില്ല എന്നുള്ള ആ മുഅ്ജിസത്ത് അത് പ്രവാചകന്റെ ജീവിതകാലത്ത് മാത്രമാണ്. അത് പ്രവാചകന്റെ വഫാത്തിനു ശേഷം അത് നിലനിൽക്കുന്നതല്ല. വഫാത്തിനു ശേഷം നിലനിൽക്കുന്ന ഒരേ ഒരു മുഅ്ജിസത്ത് അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ് എന്നാണ് അയാൾ പ്രതികരിച്ചത്. ഈ പ്രതികരണം എന്ന് പറയുന്നത് അക്കാലത്ത് സമസ്തയുടെ ആരംഭകാലത്ത് നാദാപുരത്തിലുള്ള പ്രഖ്യാതമായ സംവാദത്തിലുള്ള മുജാഹിദ് മുറി മൗലവിമാരുടെ വാദത്തിന്റെ പുനരാവർത്തനമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് മണ്ണാർക്കാട് ഒരു സംവാദത്തിന്റെ വ്യവസ്ഥയിൽ അവരെങ്ങാനും നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഈ സത്യം നമ്മൾ തിരിച്ചറിയിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മളെ സാലിബകുല്ലി സഖാഫിയുടെ ദയനീയമായ പ്രകടനങ്ങളൊക്കെ അവിടെ കാണാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കത് കാണാൻ കഴിയും. അവർക്ക് ആ സംവാദത്തിൽ റസൂലിന്റേതാണ് ഞങ്ങളുടെ മുടി എന്ന് കൃത്യമായി അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം ഞങ്ങളുടെ മുമ്പിൽ പറയാനോ അല്ലെങ്കിൽ അതൊരു വാദമായിട്ട് എഴുതാനോ അവർക്ക് സാധിച്ചില്ല. ഞങ്ങളുടെ 3 സംവാദത്തിന്റെ വ്യവസ്ഥയിലും നമ്മളൊന്നേ പറഞ്ഞിട്ടുള്ളൂ. SKSSFന്റെ പ്രവർത്തകന്മാരൊന്നേ പറഞ്ഞിട്ടുള്ളൂ, അത് വ്യാജമാണ്. ആ മുടി അത് തിരുകേശമല്ല, അത് റസൂലിന്റേതല്ല എന്ന് പറയാൻ ആവശ്യമായ ഇസ്ലാമിക പ്രമാണങ്ങളെ കൊണ്ട് ഞങ്ങൾക്കത് സമർത്ഥിക്കാൻ സാധിക്കുമെന്ന് വളരെ വ്യക്തമായി ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ആ വ്യവസ്ഥക്ക് പോയിരുന്നത്. എന്താണ് ഈ വിഷയമായിട്ട് നിങ്ങൾ നോക്കൂ, മുജാഹിദുകളുടെയും വഹാബികളുടെയും വാദമുഖങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് തങ്ങളുടെ വ്യാജമുടിയെ സമർത്ഥിക്കാൻ നേരത്തെ സലീം ഫൈസി പറഞ്ഞില്ലേ, ഖുസൂസിയത്തുകളെ കൊണ്ട്, സവിശേഷതകളെ കൊണ്ട്, മുഅ്ജിസത്തുകളെ കൊണ്ട് സമർത്ഥിക്കപ്പെടുന്ന പാരമ്പര്യം ഇസ്ലാമിക ലോകത്ത് നിലനിന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അന്നൊരിക്കൽ ഇതുപോലെ കോഴിക്കോട് വേദിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ സനദ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ കൈമാറ്റ ശൃംഖല പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് കത്തിച്ചു നോക്കിക്കൂടെ? കത്തിച്ചു നോക്കുന്നതിന് ഇസ്ലാമിൽ തെളിവുണ്ടല്ലോ. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു തന്റെ ഖസായിസുൽ കുബ്രയിൽ അനസ് റളിയല്ലാഹു അൻഹു മുദ്രിച്ച ഒരു ഹദീസ് പറഞ്ഞിട്ടില്ലേ? ആ ഹദീസിൽ എന്താണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം തടവിയ തൂവാല ചളി പുരണ്ടപ്പോൾ അത് തീയിലിട്ടുകൊണ്ട് അതിന്റെ ചളി നീക്കം ചെയ്തു. പക്ഷേ ആ തൂവാലയെ തീ സ്പർശിക്കുന്നില്ല. ഇതുപോലെ നിങ്ങൾക്കൊരു പരീക്ഷണത്തിന് വിധേയമാക്കിക്കൊണ്ട് നിങ്ങൾ ഈ കൊണ്ടുവന്ന ഒരു നിലക്കും പ്രമാണത്തിന്റെ അല്ലെങ്കിൽ തെളിവിന്റെ അടിസ്ഥാനത്തിന്റെ പ്രസിദ്ധിയുടെ മുൻഗാമികളുടെ അംഗീകാരത്തിന്റെ യാതൊരു മാനദണ്ഡവും കാണിക്കാൻ കഴിയാത്ത നിങ്ങളുടെ മുടിക്ക് ഈ നിലക്കെങ്കിലും നിങ്ങൾക്കൊന്ന് സമർത്ഥിച്ചുകൂടെ എന്ന് ബഹുമാനപ്പെട്ടവർ ചോദിച്ചപ്പോൾ എന്താ പേരോടദ്രമ മുസ്ലിം എന്ന് പ്രതികരിച്ചത്? ആ ഹദീസ് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഹദീസ് അത് ഷിയാക്കൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, അത് സുന്നികൾ പറയേണ്ട ഹദീസല്ല എന്നല്ലേ? എന്നാൽ അതേ പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവതാരിക എഴുതിയ പുസ്തകമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിന്റെ പേരെന്താ? ബറക്കത്തുകളുടെ തീരത്ത്, യൂസുഫ് മുസ്ലിയാർ കട്ടിപ്പാറ. ഇത് പ്രസിദ്ധീകരിച്ചത് ബുദൂറു സാഫിറ പബ്ലിക്കേഷൻ കുറ്റ്യാടിയാണ്. ഇതിന് അവതാരിക എഴുതിയതാരാ? സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. ഈ പുസ്തകത്തിന്റെ ഫസ്റ്റ് എഡിഷൻ എപ്പോഴാണ് നടക്കുന്നത്? 2002 മെയ് മാസം. ഈ വിവാദമൊക്കെ വരുന്നതിന് മുമ്പാണ്. ഇതിന്റെ 49ാമത്തെ പേജിൽ കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം തടവിയ തൂവാല തീയിലിട്ട് കത്തിച്ചിട്ട് കത്താത്ത സംഭവം പറയുന്നുണ്ട്. ആ സംഭവം ഇതിൽ എഴുതിയ ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയ പേരോടദ്രമ മുസ്ലിയാര് പിന്നെന്താ പറഞ്ഞത്? ഷിയാക്കളെ ഹദീസാണ്. ഷിയാക്കളെ ഹദീസിനാണോ നിങ്ങൾ അവതാരിക എഴുതിയത്? നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഞാൻ സുദീർഘമാക്കുന്നില്ല. ഈ വിഷയമായിട്ട് മുഅ്ജിസത്തുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിനു ശേഷം ഉണ്ടോ ഇല്ലയോ? എന്താണ് ആ വിഷയത്തിൽ ഇമാമുമാർ പറഞ്ഞു തന്നിട്ടുള്ളത്? സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാർ ഇമാമുമാർ വരച്ച വഴിയിലൂടെ മുന്നോട്ട് പോകുന്നവരല്ലേ? മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇൻഗലത്ത് ആയുൽ അംബിയാഇ വആയ തുക മാലഹുന്നാ ഫിന്നാസി തുദാഉ. നബിയെ, അങ്ങയുടെ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ മുഅ്ജിസത്തുകൾ എന്നു തന്നെയാണ് മഹാനായിരിക്കുന്ന ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു വിശദീകരിച്ചിട്ടുള്ളത്. അതൊരിക്കലും തന്നെ അസ്തമിക്കുന്നതല്ല എന്ന് മാത്രമല്ല അത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി പറയുന്നു, വമിൻ മുഅ്ജിസാതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തുകളിൽ പെട്ടതാണ് അൽ മുതകജ്ജിറത്തി ദായിമത്തി ഐദൻ,
അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മുഅ്ജിസത്തുകളിൽ പെട്ട ഒന്നാണ്. മാ യഖഉലിൽ മുതവസ്സിലീന ബിഹി മിൻ ഖവാരിഖിൽ ആദാത്ത്. അല്ലാഹുവിന്റെ റസൂലിനോട് തവസ്സുലും ഇസ്തിഗാസയും ചെയ്യുന്ന ആളുകൾക്ക് റസൂലിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായങ്ങൾ അത് ഖിയാമത്ത് നാൾ വരെ മുറിഞ്ഞു പോകാത്ത മുഅ്ജിസത്തുകളാണ് എന്ന് മഹാനായിരിക്കുന്ന ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് നയനില്ല എന്നുള്ളത് അവിടുത്തെ ശാരീരികമായ പ്രത്യേകതയായിട്ടാണ് മഹാന്മാർ പറയുന്നത്. സ്വഹീഹായ ഹദീസിൽ തന്നെ അത് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന് നയനുണ്ടായിരുന്നില്ല. അത് ശരീരത്തിന്റെ ഒരു ഭാഗത്തിനും ഉണ്ടായിരുന്നില്ല. ശരീരം മുഴുവനായി വെയിലത്ത് നിന്നാലും നയൽ കാണുകയില്ല. ശരീരം ഭാഗികമായി വെയിലത്ത് നിന്നാലും നയൽ കാണുകയില്ല. ഇത് റസൂലിന്റെ ശാരീരികമായ മുഅ്ജിസത്തായിട്ട്, ശാരീരികമായ അവിടുത്തെ പ്രത്യേകതയായിട്ട്, ശാരീരികമായ അവിടുത്തെ ഖുസൂസിയത്തായിട്ട് സ്വഹീഹായ ഹദീസിൽ റിപ്പോർട്ട് ചെയ്തതാണ്. ഞാൻ ഒരൊറ്റ ഹദീസ് നിങ്ങളുടെ മുമ്പാകെ പറയാം. അബ്ദുർ റസാഖ് എന്നവർ റിപ്പോർട്ട് ചെയ്യുന്നു. അൻ ഇബ്നു ജുറൈജ് أنه قال أخبرني نافع أن ابن عباس قال لم يكن لرسول الله صلى الله عليه وسلم ظل. الله رسول ഒരു നിഴലും ഉണ്ടായിട്ടില്ല. ولم يكن مع سراج قط إلا ولب ضوءه ضوء السراج. ഒരു വിളക്കിനെ അഭിമുഖീകരിച്ചുകൊണ്ട് റസൂൽ നിൽക്കുകയാണെങ്കിൽ റസൂലിന്റെ ശരീരത്തിന്റെ സവിശേഷതയായ ആ ഒലിവ്, ആ പ്രകാശം പ്രസ്തുത വിളക്കിന്റെ പ്രകാശത്തെ മറികടക്കുന്നതുകൊണ്ട് അവിടുത്തെ ശരീരത്തിൽ ഒരിക്കലും തന്നെ നിഴൽ സംഭവിക്കുമായിരുന്നില്ല എന്ന് മുസന്നഫ് അബ്ദുർ റസാഖിന്റെ 1-ാം വാല്യത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെ ഈ ഹദീസ് സ്വഹീഹായി ഉദ്ധരിക്കുകയാണ്. മഹാനായ ഇമാം സുർഖാനി റളിയല്ലാഹു തആല അൻഹു തന്റെ മവാഹിബുൽ ലദുന്നിയ എന്ന നബിചരിത്ര ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ടവരും ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിന് അവിടുത്തെ ശരീരത്തിന്റെ ഒരു ഭാഗത്തിനും നേലുണ്ടായിരുന്നില്ല എന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ ഇനി പൊന്മളയോട് ചോദിക്കട്ടെ, ഈ ശാരീരികമായ പ്രത്യേകത അവിടുത്തെ വഫാത്തോടുകൂടി മുറിഞ്ഞു എന്ന് നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾക്ക് ഹാജരാക്കാൻ സാധിക്കുമോ? ഖിയാമത്ത് നാൾ വരെ സാധ്യമല്ല. ഒരു തെളിവും നിങ്ങൾക്ക് ഹാജരാക്കാൻ സാധ്യമല്ല. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ മുഅ്ജിസത്തുകൾ എന്ന് പറയുന്നത് അത്രയും നിലനിൽക്കും എന്നുള്ളതിന് ഒരുപാട് ഉദ്ധരണികൾ. ഫിഖ് കിതാബിൽ നിന്നൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഫിഖിന്റെ കിതാബുകളിലെല്ലാം പറയാറുണ്ട്, ഒരാള് വഫാത്തായതിനു ശേഷം നബിയുടെ മുഅ്ജിസത്ത് പ്രകാരം അയാൾ വീണ്ടും ജീവിച്ചാൽ അയാളുടെ കഴിഞ്ഞകാല സ്വത്തുക്കളുടെ ഉടമാവകാശം അയാൾക്ക് തിരിച്ചു വരുമോ ഇല്ലേ? അയാളുടെ ഭാര്യമാർ വീണ്ടും അയാളുടെ ഭാര്യയാകുമോ ഇല്ലേ എന്നതിനെക്കുറിച്ച് ഫുഖഹാ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ചയിൽ ഫുഖഹാക്കൾ എല്ലാവരും പറയുന്നു ഇത് പിൽക്കാലത്തുണ്ടാകുന്നൊരു സംഭവമല്ലേ. ഇവിടെയും ഫുഖഹാക്കൾ എല്ലാവരും പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്ത് അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ. ഞാൻ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ചോദിക്കട്ടെ, മുഅ്ജിസത്ത് അനുസരിച്ചുകൊണ്ട് ഉള്ള ഒരു പുതിയ ജീവിതം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു മസ്അല നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഫുഖഹാക്കൾ ഒരിക്കലും തന്നെ പ്രവാചകന്റെ വഫാത്തിനു ശേഷം പിന്നീട് മുഅ്ജിസത്തിന് നിലനിൽപ്പില്ല, ഖുർആനല്ലാത്ത ഒരു മുഅ്ജിസത്തിനും നിലനിൽപ്പില്ല എന്ന വാദത്തെ അംഗീകരിക്കുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ റസൂലിന്റെ അമാനുഷികതകൾ അത് അവിടുത്തെ നുബുവ്വത്തിന് മുമ്പുള്ളതാവട്ടെ, നുബുവ്വത്തിനോടനുസരിപ്പിച്ചുണ്ടാകുന്നതാവട്ടെ, വഫാത്തിനു ശേഷമുള്ളതാവട്ടെ, അതിനെക്കുറിച്ചെല്ലാം മുഅ്ജിസത്ത് എന്ന് പ്രയോഗിച്ചുകൊണ്ട് ആ മുഅ്ജിസത്തുകളിൽ ഖുർആനല്ലാത്തവ അസ്തമിച്ചു പോയിരിക്കുന്നു എന്നുള്ള വാദത്തെപ്പറ്റി എന്താണ് നമ്മുടെ ഇമാമുമാർ പറഞ്ഞത് എന്ന് മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. മഹാനായിരിക്കുന്ന ഇമാം സക്കരിയൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു പറയാണ്. ഇമാം സക്കരിയൽ അൻസാരി ശാഫിഈ മദ്ഹബിലെ ശൈഖുൽ ഇസ്ലാം എന്നറിയപ്പെടുന്ന ഇമാം, ബഹുമാനപ്പെട്ടവർ പറയാണ്, വഅമ്മാ മദ്ദഅഹു മിൻ ഇൻഹിറാലി മുഅ്ജിസാതി നബിയിന محمد صلى الله عليه وسلم غير القرآن فهو باطل لا أصل له. പഠിച്ചോ,
ഇത് പഠിച്ചോ, ഈ ബാർത്ത് പഠിച്ചോ. എവിടെയാണ് ഈ ബാർത്തുള്ളത്? മഹാനായ ഇമാം സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു തന്റെ ഫതാവയുടെ 485 പേജിൽ പറയുകയാണ്, അവൻ വാദിച്ച ആ കാര്യമുണ്ടല്ലോ. എന്താണ് അവൻ വാദിച്ചത്? ഖുർആൻ ഒഴികെ മറ്റു മുഅ്ജിസത്തുകളൊക്കെ അസ്തമിച്ചു പോയിരിക്കുന്ന റസൂലിന്റേത് എന്നുള്ള വാദം ബാത്തിലും, അത് തെറ്റായ വാദമാണ്. ലാ അസ്ല ലഹു, അതിന് ഒരു പ്രമാണവും പറയാൻ ലോകത്തൊരാൾക്കും തന്നെ സാധ്യമല്ല എന്ന് ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി പറയുകയാണ്. സക്കരിയ അൻസാരി റളിയല്ലാഹു തആല അൻഹു തന്നെ തന്റെ ഏറ്റവും പ്രസിദ്ധമായ മറ്റൊരു കിതാബായ തന്റെ അസ്ലൽ മതാലിബ് എന്ന കിതാബിൽ ഇതിന്റെ മറ്റൊരു വിശദീകരണം കൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ഞാൻ പറയാം. എന്താണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്? സക്കരിയ അൻസാരി തന്റെ അസ്ലൽ മതാലിബിൽ പറയുകയാണ്, ഖുർആനല്ലാത്ത മുഅ്ജിസത്തുകൾ അതിന് നിലനിൽപ്പില്ല എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഏറ്റവും വലിയ മുഅ്ജിസത്തായി നിലകൊള്ളുന്നത് ഖുർആൻ എന്ന അർത്ഥത്തിലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് സമ്മതിക്കാം. അല്ലാതെ നിരുപാധികം മുഅ്ജിസത്തുകൾക്ക് ഇനി നിലനിൽപ്പില്ല എന്നുള്ള വാദം, ശാരീരികമായ മുഅ്ജിസത്തുകൾ പ്രത്യേകതകള് അത് വഫാത്തോടുകൂടി മുറിഞ്ഞു എന്ന് പറയുന്ന വാദങ്ങൾ, ആ വാദം അംഗീകാരയോഗ്യമല്ല എന്ന് മഹാനായിരിക്കുന്ന സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു തന്റെ ഫിഖ്ഹിന്റെ ഗ്രന്ഥമായ അസ്ലൽ മതാലിബ് ശറഹ് എന്ന് പറയും എന്ന കിതാബിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ബാബുൽ ഖസായിസിന്റെ അധ്യായത്തിൽ ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഈ പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ തന്നെ അയാളുടെ ഒരുപാട് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, വഫാത്തോടുകൂടി മുഅ്ജിസത്ത് മുറിയുകയില്ല എന്ന്. ഇത് അദ്ദേഹത്തിന്റെ പഠനങ്ങൾ, പ്രബന്ധങ്ങൾ എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ 40-ാമത്തെ പേജിൽ കൃത്യമായി പറയുകയാണ്. എന്താണ് പറയുന്നത്? അള്ളാഹുവിന്റെ ഇഷ്ടജനങ്ങളിൽ നബിമാർ, വലിയുകൾ എന്നിവർക്ക് മുഅ്ജിസത്ത്, കറാമത്ത് എന്നീ നിലയിൽ അസാധാരണമായ പല കഴിവുകളും അള്ളാഹു നൽകും. അത്തരം അത്ഭുതങ്ങൾ മരണത്തോടെ അവസാനിക്കുകയില്ലെന്ന് മഹാപണ്ഡിതർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹം ഈ പുസ്തകത്തിലാണ് എഴുതിയതെങ്കിൽ പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ തന്നെ അയാളുടെ ഫതാവ മുഹിയ സുന്ന എന്ന് പറയുന്ന ഈ പുസ്തകത്തിന്റെ ഇതിന്റെ പേജ് 30 കൃത്യമായി ഇതേ ആശയം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ജീവിതകാലത്തല്ലേ മുഅ്ജിസത്തും കറാമത്തും ഉണ്ടാവുകയുള്ളൂ, മരണശേഷം എന്തടിസ്ഥാനത്തിലാണ് അവരോട് സഹായമർപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന് മറുപടിയിൽ പറയാണ്. ഈ ചോദ്യത്തിന് ഇമാം റംലി നൽകുന്ന മറുപടി കാണുക. മുർസലുകൾക്കും അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മറ്റു സജ്ജനങ്ങൾക്കും മരണശേഷവും സഹായിക്കാനാകും. കാരണം അമ്പിയാക്കളുടെ മുഅ്ജിസത്തും ഔലിയാക്കളുടെ കറാമത്തും അവരുടെ മരണം കൊണ്ട് മുറിഞ്ഞു പോകില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അപ്പൊ മരണം കൊണ്ട് മുറിഞ്ഞു പോകില്ല എന്നൊരു കാലത്ത് പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ ഇസ്ലാമിന്റെ ഈ സുചിന്തിതമായ ഈ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് തങ്ങളുടെ ബിസിനസ് മെന്റാലിറ്റിയെ വളർത്തിയെടുക്കുവാൻ വേണ്ടി വഹാബികൾ കോശാന പാടിയതുകൊണ്ടല്ലേ ഇന്ന് ചില വിദ്വാൻമാർ ചില സംവാദങ്ങളിൽ വിയർത്തുപോയത് എന്ന് നാം ഇവിടെ നേരത്തെ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോ, എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തുകളും അവിടുത്തെ പ്രത്യേകതകളും ശാരീരികമായ അവിടുത്തെ മഹാത്ഭുതങ്ങളും അമാനുഷികതകളും മറ്റു ഔലിയാക്കളുടെ കറാമത്തുകളും അവരുടെ വഫാത്തിന് ശേഷം മുറിഞ്ഞു പോകുന്നു എന്ന വാദം ഇവിടെ വാദിച്ചുകൊണ്ട് വഹാബികൾക്ക് ഏണിവെച്ചു കൊടുത്ത ഈ പ്രക്രിയ അവസാനിപ്പിക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ഇനി അടങ്ങിയിരിക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്ന എന്റെ സഹോദരങ്ങളെ, ആയിരക്കണക്കിന് ആളുകളോട് ഒരുമിച്ചുകൂടി വിദേശത്തുള്ള 10,000-കണക്കിന് ആളുകൾ നമ്മുടെ പരിപാടി ലൈവായിട്ട് ICR-ലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒമാനിലുള്ള സോഹാറിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, സുന്നി സെന്റർ, നമ്മുടെ ഈ പരിപാടിക്ക് ഇപ്പോൾ ഇതാ 15,000 രൂപ സംഭാവന നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ടെലിഫോൺ ചെയ്തിരിക്കുകയാണ്. അതുപോലെ വേറൊരുപാട് സഹോദരങ്ങൾ സഹായിച്ചു. ഇവിടെ സദസ്സിലുള്ള ആളുകളൊക്കെ സഹായിച്ചു. അല്ലാഹുവേ, അവർക്കൊക്കെ നീ അർഹമായ പുണ്യം പ്രദാനം ചെയ്യണം റഹ്മാനെ. അവരുടെ കച്ചവടത്തിലും ജോലിയിലും ഏർപ്പാടിലും കുടുംബ ജീവിതത്തിലും മറ്റെല്ലാ കാര്യത്തിലും നീ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സഹായിക്കുവാനും ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കാനും അവർക്കും നമുക്കും നമ്മുടെ സഹായികൾക്കും സമസ്തകള ജമിയത്തുൽ ഉലമായുടെ എല്ലാ അനുഭാവികൾക്കും നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ റഹീം. അസ്സലാമു അലൈക്കും.